ഉപ്പും കൂടി ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണിത്, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ പച്ചമുളക് തന്നെയാണ് ഇതിലുള്ള ആകെ ഒരു എരിവ്. അപ്പം 3 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ്, ഇതും കൂടി ആഡ് ചെയ്യാം. 6-7 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതിന് നന്നായിട്ടൊന്ന് ചുരുങ്ങി വരണം. ഉള്ളിയും ഈ ഇട്ടിരിക്കുന്ന മസാലകളെല്ലാം ഒന്ന് ചുരുങ്ങി വന്നതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞിട്ടതാണ്. അപ്പോൾ ഇത് ഏകദേശം വഴറ്റി വന്നിട്ടുണ്ട്, വാടി വന്നിട്ടുണ്ട്. ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ വേവിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്ത് വെച്ചതാണ്. വേവിക്കുന്ന സമയത്ത് മഞ്ഞൾ പൊടി, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടാണ് വേവിച്ചത്. അപ്പം ഇതിലേക്ക് ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. ആദ്യം തന്നെ ഞാൻ
ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം ഈ ഇറച്ചിപ്പത്തിൽ പാർട്ടീസിലും സൽക്കാരങ്ങളിലൊക്കെ കാണുന്ന ഒരു മെയിൻ ഐറ്റം ആയിരുന്നു. പക്ഷേ ഇന്നത്തെ ജനറേഷന് അധികം കണ്ടിട്ടുണ്ടാവില്ല. അത് കാരണം എല്ലാവരും ഉണ്ടാക്കിയിട്ട് നമ്മൾ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സ്നാക്സാണിത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരായതുകൊണ്ട് അധികം പ്രയാസമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ പത്തിരി നിറച്ച് കഴിഞ്ഞു. ഇതിനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഗ്യാസ് ഓൺ ചെയ്യാം. ഓക്കെ, ഇതൊന്ന് ചൂടായിക്കോട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് ഓയിൽ ഒഴിക്കണം. ഇത് സാധാരണ നമ്മൾ പൂരിയെല്ലാം പൊരിക്കുന്നത് പോലെ പൊരിച്ചെടുക്കാവുന്ന അത്രയേ ഉള്ളൂ. കൂടുതൽ സമയമൊന്നും എടുക്കില്ല. അപ്പോൾ ഡീപ്പ് ഫ്രൈ ആയിരിക്കും നല്ലത്. അതിനാണ് ഞാൻ ഈ ചീനച്ചട്ടി എടുത്തത്. കാരണം കുറച്ചൊരു കുഴിയുള്ളതാകുമ്പം നന്നായിട്ട് മുങ്ങി പൊരിഞ്ഞോളും. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്തെങ്കിലും ഒരു ചെറിയ ഹോളുണ്ടെങ്കിൽ അതിലേക്ക് എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഫില്ലിങ് നന്നായിട്ട് കുക്ക് ചെയ്തത് കാരണം അത് വേവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ പരത്തി വെച്ചത് ഒന്ന് കുക്കാവാൻ മാത്രം സമയം മതി. ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇനി ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. കാരണം ഇനി ഇടുമ്പോൾ പെട്ടെന്ന് ബ്രൗൺ കളർ ആയിപ്പോവും. അപ്പോൾ ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് അടുത്തതിടാം. ഓക്കെ, അടുത്തത് ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ചെറുതായി കൈ താത്തി പിടിച്ചിട്ടിടണം, അല്ലെങ്കിൽ കയ്യിലേക്ക് തെറിക്കാൻ. അപ്പോൾ നമ്മുടെ ക്രഞ്ചി ആൻഡ് ക്രിസ്പി ഹോട്ട് ഇറച്ചിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളെ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമ്മുടെ ട്രഡീഷണൽ സ്നാക്സാണ്. മാത്രമല്ല പാർട്ടീസിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അഭിപ്രായം അറിയിക്കുക കമൻറ്റ് ബോക്സിൽ. So now our time is to wind up. We can meet in our next episode with another delicious dish. Keep watching.